തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. കൂടാതെ മാള ഹോളി ഗ്രേസിലെ സയൻസ് അധ്യാപിക ജിഷ ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ടീച്ചർ. സിസ്റ്റർ, നഷ്ടദുഃഖങ്ങൾ അത് ചിലപ്പോൾ വ്യക്തിയെ നഷ്ടപ്പെടുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി നഷ്ടപ്പെടുന്നതാകാം. എന്തായാലും നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ പൊതുവെ കേട്ടുവരുന്നൊരു വാക്കാണ് ബ്രേക്കപ്പ് എന്നത്, പ്രണയബന്ധങ്ങളിലെ തകർച്ച. ഇത് ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമൂലം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ. തീർച്ചയായിട്ടും ഇപ്പം ചില കാര്യങ്ങൾ നേടിയെടുക്കുക, അപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതിൻ്റെ ഒരു അടുത്തൊരു വശമെന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ദുഃഖമാണ്. ഇപ്പം നഷ്ടദുഃഖം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ളൊരു അവസ്ഥ തന്നെയാണ്. അത് വെരി സബ്ജക്റ്റീവ് മാറ്ററാണ്. അതായത് ഓരോരുത്തർക്കും അവരവർ അനുഭവിക്കുന്ന ആ നഷ്ടദുഃഖം, വേദന, ആ സമയത്തെ ഒരു മാനസിക അസ്വസ്ഥത എന്നൊക്കെ പറയുന്നത് നമുക്ക് വേറൊരാൾക്ക് അതിന് മാർക്കിടാനോ റേറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ളൊരു അളവിലാണത് അവരത് സ്വീകരിക്കുന്നത്. ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് നമുക്ക് വന്നൊരു കേസിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തു പോവുമായിരുന്നു. ഏകദേശം ഒരു 25-26 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ്: സിസ്റ്റർ, എനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നുന്നു, സൂയിസൈഡ് ചെയ്ത് എൻ്റെ ജീവിതം അങ്ങ് മതിയായി, എനിക്കിനി ജീവിക്കേണ്ട, മുന്നോട്ട് പോവണ്ട, പിന്നെ എന്തിനും ഏതിനും എനിക്കങ്ങ് കരച്ചിൽ വരുവാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വേറൊരാളെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എത്ര നാളായി? ഇത് ഒരു ആഴ്ചയായത്. അപ്പം കാരണങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഏകദേശം ഒരു 2 വർഷമായിട്ട് ഈ പെൺകുട്ടി വേറൊരു ആളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, വിവാഹം നടത്താം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ എപ്പോഴും തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പിന്നീട് വന്നൊരു കാര്യം, ഈ ആൺകുട്ടിക്ക് ഇപ്പോൾ ഈ സോ കോൾഡ് ഫിയാൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി എവിടെ പോയാലും എവിടെയാണ് പോയതെന്ന് അറിയണം, എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ നമ്മൾ പറയുന്നൊരു ഹൈ ഡിമാൻഡിങ് ആയിരുന്നു. പക്ഷേ ഈ ഡിമാൻഡിങ് ഈ പെൺകുട്ടി ആസ്വദിച്ചിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ ചോദിക്കാനും പറയാനും ഒരാളുണ്ട്, എന്തും ഷെയർ ചെയ്യാനായിട്ടൊരു ആളുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ, ഒരു ഇമോഷണൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നൊരു കാര്യം തന്നെയാണ്. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ഒരു ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ട്സുമായിട്ട് അവരൊരുമിച്ച് ഒരിടത്ത് പുറത്ത് പോകാനായിട്ട്, ഔട്ടിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു 3 ദിവസത്തെ ഒരു ഔട്ടിംഗ് ആണ്, ഒരു പിക്നിക് ആണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഈ പുള്ളിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിന് തടസ്സമിടും എന്ന് പെൺകുട്ടി നേരത്തെ അസ്യൂം ചെയ്യുകയാണ്. കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇന്നവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നീ പോയാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമോ, ആ ഒരു യാത്ര മുടക്കുമോ എന്നോർത്തിട്ട് ഈ പെൺകുട്ടി പുള്ളിക്കാരനോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് പ്രീവിയസ് ഡേ പറഞ്ഞു, ഞാനിങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ പോവുകയാണ്, ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് വെരി ഷോർട്ടൻഡ് ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നിർത്തി. അതിനുശേഷം അവരുടെ കൂടെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ എല്ലാവരുടെയും കൂടെ എൻഗേജ്ഡ് ആയി. ആക്ച്വലി ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ്, ഒരു ഏകദേശം കുറച്ച് ലേറ്റ് നൈറ്റ് ആയപ്പോഴാണ് ഓർക്കണം, അയ്യോ ഞാൻ മെസ്സേജ് അയച്ചില്ലല്ലോ, ഞാൻ വിളിച്ചില്ലല്ലോ എന്നോർത്തത്. അപ്പോൾ അത്രയും ലേറ്റ് നൈറ്റായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ആൺകുട്ടി വിചാരിക്കും, ഇത്രയും സമയം ഞാൻ ആരുടെയൊക്കെ കൂടി ഇങ്ങനെ കറങ്ങുകയായിരുന്നു, അപ്പം നീ സന്തോഷിക്കുമായിരുന്നു, അപ്പം നിനക്കൊരു സന്തോഷം വന്നപ്പോൾ പിന്നെ എന്നെ ഓർത്തിട്ടില്ലല്ലോ എന്നോർത്ത് ഈ പെൺകുട്ടി ഓർത്തെന്നാ ഇന്ന് മെസ്സേജ് അയക്കേണ്ട. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് പേടിയായി.
ഇനി പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ഒരു മൂഡ് കളയണ്ട എന്ന് ഓർത്തിട്ട് പെൺകുട്ടി പറഞ്ഞു ഞാൻ അല്പം ബിസിയാണ്, ഞാൻ വന്നതിന് ശേഷം സംസാരിക്കാം. സോ ഈ ആൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് കീപ്പ് ഓൺ കോളിങ് ആൻഡ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേടി. കാരണം ഇനി എന്ത് പറയും, എൻ്റെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇവരുടെ കൂടെ പിക്നിക്കിന് പോവണ്ട, അല്ലെങ്കിൽ അവരുടെയും കൂടി ഒരു സന്തോഷം കളയണ്ട എന്നോർത്തിട്ട് പിന്നീട് പറയുന്നില്ല. തിരിച്ചു വന്നതിന് ശേഷം ഈ പെൺകുട്ടി ഇവർക്ക് മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പറയുന്നത്, ഓക്കെ എനിക്കിപ്പോൾ നിന്നെ മനസ്സിലായി, നിന്നെ ഒന്ന് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, നമുക്ക് ബ്രേക്കപ്പ് ആവണം. ആ ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം എന്നുള്ളൊരു റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ അവിടെ സമയം കൊടുത്തില്ല. ഈ പെൺകുട്ടി ആകെപ്പാടെ ഡൗൺ ആയിപ്പോയി. അപ്പം ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഫിസിയോളജിക്കലി അഫക്റ്റ് ചെയ്തു, സൈക്കോളജിക്കലി അഫക്റ്റ് ചെയ്തു, അവളുടെ പ്രൊഫഷണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്തു. പക്ഷേ ഇതൊന്നും അവൾക്ക് അയാളെ അറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അയാൾ ടോട്ടലി ഇവളിൽ നിന്ന് ആ ഒരു ബന്ധം കട്ട് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഇപ്പം ഈ ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക് വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടി വരാനായിട്ട് ആ കുട്ടി എടുത്ത എഫേർട്ട്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ വിളിക്കാറുണ്ടായിരുന്ന സമയങ്ങൾ വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴൊക്കെ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു പേടിയായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആഴ്ച തള്ളി നീക്കിയെന്ന് എനിക്കറിയത്തില്ല. ടോട്ടലി ചിലപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ വെയിറ്റ് ഒരു ശരീരത്തിൻ്റെ വെയിറ്റ് പോലും കുറഞ്ഞു കാണും. ഞാൻ ഒത്തിരിയേറെ മാനസികമായിട്ട് തകർന്നു പോയി എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബ്രേക്കപ്പുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കട്ടാകുക, ഇപ്പം അതൊരു ഭാര്യാഭർത്ത ജീവിതത്തിലാകാം, ഇപ്പോൾ ഡിവോഴ്സ് കേസുകളിലും ആകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പെട്ടെന്ന് നിർത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഏത് മനുഷ്യരിലും ഒരു മാനസികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അല്ല, ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സ്കൂളുകളിൽ തന്നെ കണ്ടുവരുന്ന ഇതാണ്. കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ ആ ഒരു ഇമോഷണൽ നമ്മുടെ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ അത് വളരെ താഴേക്ക് പോരുകയാണ്. ഇമോഷൻസ് വളരെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഓരോ തലമുറ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇമോഷൻസ് കുറയുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റുള്ളവരുടെ എമ്പതി, കമ്പാഷൻ ഇതൊന്നും കുറഞ്ഞു വരികയാണ് കുട്ടികൾക്ക്. അപ്പോൾ ഈ ബന്ധങ്ങളിലെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ ആണല്ലോ. അപ്പോൾ ഇമോഷൻസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾക്ക് അത്രയും വിലയും വരുന്നുള്ളൂ. അതിൽ കൂടുതൽ അതിനകത്ത് വില കൊടുക്കാറുമില്ല. അപ്പോൾ ഈ ഇമോഷൻ പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ തന്നെ പല കുട്ടികളും അത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചിലർക്കത് പറ്റാതെ വരുമ്പോഴാണ് അവർ ഈ കടും കൈകളിലേക്കൊക്കെ പോകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം ചെയ്യാൻ നോക്കി എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ അവനവൻ്റെ തന്നെ ഇമോഷനെ മനസ്സിലാക്കാനും അത് കൈകാര്യം ചെയ്യാനും അതോടൊപ്പം തന്നെ വേറൊരാൾക്ക് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതിനെ ഒന്ന് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു മനസ്സിന്റെ ഒരു പക്വതയാണ് നമ്മൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. IQ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ നോക്കുന്നത് IQ എത്രയുണ്ടെന്നാണ്, ഇന്റലിജന്റ് കോഷ്യന്റ് എത്രയാണ്. ഇപ്പൊ അതല്ല, ഇമോഷണൽ കോഷ്യന്റ് ഉണ്ട്, സോഷ്യൽ കോഷ്യന്റ്, സ്പിരിച്വൽ കോഷ്യന്റ്. ഇതെല്ലാം ഒരു മനുഷ്യനെ അവന്റെ ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു പ്രതിബന്ധം ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള അവൻ്റെ ഒരു കപ്പാസിറ്റിയാണ് അത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഡിവോഴ്സ് കേസുകളിൽ.
ചിലടത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ചിലർക്ക് അതൊക്കെ നിസ്സാരമാണ് അല്ലെ. ചിലര് പറയുന്ന ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആഘോഷമാണ്, ആഘോഷമാണ്. പക്ഷേ എല്ലാവരിലും ഈ നഷ്ടങ്ങൾ ഒരേപോലെ അല്ല. ഇപ്പം എനിക്കറിയാം ചില ഡിവോഴ്സ് കേസ് അല്ലെങ്കിൽ ഡിവോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തരിപ്പണമായി പോയ ചില കേസുകളൊക്കെ എനിക്കറിയാം. കാരണം അവർ പറയുന്നത്, സിസ്റ്ററെ, ഒരു ഡിവോഴ്സിലേക്ക് നയിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. ഇപ്പം ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്തപ്പോഴും എൻ്റെ വിചാരം തിരിച്ച് വരും, അവൾ തിരിച്ച് വരും എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഡിവോഴ്സ് കാര്യങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ലീഗലി സെപ്പറേറ്റഡ് ആയി എന്ന ആ ഒരു നിയമപരമായിട്ടുള്ള കടാസ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തെ എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല. ഇപ്പം ചിലരൊക്കെ അതിലൂടെ ചില അഡിക്ഷനിലേക്കൊക്കെ പോകുന്നവരുണ്ട്. സിസ്റ്റർ, ഇപ്പോൾ ഇത് പുതിയ ഒരു ട്രെൻഡ് തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഗ്രേ ഡിവോഴ്സ് അല്ലേ? അപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റിയുടെ ഒരു ഗ്രേ ഡിവോഴ്സ് ഈ അടുത്ത കാലത്ത് പേപ്പറിലൊക്കെ വന്ന് വായിച്ചു കാണുമല്ലോ. നമ്മുടെ AR റഹ്മാനും ഭാര്യയും കൂടെ 29 കൊല്ലം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമുള്ള ഒരു ഡിവോഴ്സ്, അതാണ് ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ. അതിപ്പം നമ്മുടെ സമൂഹത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണത്, തരംഗമാണ്. അതെ അതെ അതെ. ഇപ്പം അതുപോലെ തന്നെ ഇതിന് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇതിന് ഒത്തിരിയേറെ റെലവൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ചിലതൊക്കെ ഇപ്പൊ ഒരു ടെർമിനോളജിയാണ് സാഡ് ഫിഷിംഗ്. അതായത് എനിക്കുണ്ടായ ഒരു ഇമോഷനെ ഞാൻ അത് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു. അത് എന്നെ അറിയുന്നവരാകാം അറിയാത്തവരാകാം അതിന് പിന്നെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം മനസ്സിലാക്കുന്നില്ല, അത് റിയാലിറ്റി അല്ലാതെ ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു ചിന്താ രീതിയിലേക്ക് പോയിട്ട് അവിടെ ആ ഇമോഷനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് അവരുടെ ലൈഫിലേക്ക് അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ചിലർ അതിനെ ഫേവറായിട്ട് പറയുന്നു, ചിലരതിനെ കുത്തി പറയുന്നു. അല്ല, ഇത് ഈ സാഡ് ഫിഷിങ്ങിൽ ഒരു പരിധി വരെ ഒരു അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? സോ ഈ വെർച്വൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനും അംഗീകാരം പിടിച്ചു പറ്റാനുള്ള ഒരു വ്യഗ്രത ഉള്ള വ്യക്തികളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു പേഴ്സണാലിറ്റി ട്രേറ്റിന്റെ ഒരു ഘടകം കൂടി അതിലുണ്ട്. ഇപ്പോൾ നമ്മൾ പറയേണ്ട ഒരു ബ്രേക്കപ്പ് ആയാൽ തന്നെ സ്വന്തം ജീവിതവും നഷ്ടപ്പെടുത്തിയേക്കാം, വേറൊരാളുടെ ജീവിതവും നഷ്ടപ്പെടുത്തിയേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ബ്രേക്കപ്പ് ആയോ, എന്നാൽ ഇനി നീ വേറെ ആരെയും സ്നേഹിക്കാൻ പാടില്ല, നിന്റെ മുഖത്തേക്ക് വേറെ ആരും നോക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം ഫിസിക്കൽ ബുള്ളിങ്ങിനേക്കാൾ കൂടുതൽ സൈബർ ബുള്ളിങ് ഉണ്ട്. ഒരാളെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഉണ്ടാക്കിയിടുക, അവളെ ഇനി ഒരാൾ പോലും ഇനി ഒരു പ്രപ്പോസലുമായിട്ട് ചെല്ലാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഓർക്കുക, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളെ കുറിച്ച് നമ്മൾ വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ അത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ചിത്രീകരണമല്ല. അപ്പം നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി ഓക്കെ നീ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ, നീ നീ എന്നെ ചീറ്റാണ് ചെയ്തല്ലേ, നീ കൊള്ളുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകളുടെ ഇൻഫ്ലുവൻസ് കുറച്ച് നാളത്തേക്ക് വ്യക്തിപരമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെയല്ല ഈ വെർച്വൽ പ്ലാറ്റ്ഫോം. അത് പിന്നീടുള്ള കാലം മുഴുവനും അതൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു മാർക്കിംഗ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ പേടിക്കുന്നുണ്ട്. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില 100 കോടി ക്ലബിലും 200 കോടി ക്ലബിലും ഒക്കെ വരുന്ന മൂവികളൊക്കെ ഈ വയലൻസ് ഫീൽഡാണ്. അതിനെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പലരും അക്സെപ്റ്റ് ചെയ്യുന്നത്, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കോമഡി മൂവി പോലും വരുന്നത് വയലന്റ് കോമഡി എന്നുള്ള കൺസെപ്റ്റിലേക്ക് അടുത്ത കാലത്ത് വന്ന ഒരു സക്സസ്ഫുൾ ആയിട്ട് മൂവി, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ മൂവി സക്സസ്ഫുൾ ആയതിൻ്റെ അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ഈ മൂവി നല്ലതാണ് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തീം കോമഡിയാണ്, പക്ഷേ വയലന്റ് കോമഡിയാണ്. അപ്പോൾ അതില്ലാതെ
മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു റിലേഷൻ ഇല്ലെങ്കിൽ അത് മോശമാണ് എന്ന് ഫ്രണ്ട്സ് പറയുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഓടി നടക്കുന്നു. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. നടന്നാൽ തന്നെ ഇനി അത് ബ്രേക്കപ്പ് ആയാലും അടുത്തതിലേക്ക് പോകാം. അങ്ങനെ കുറച്ച് സില്ലിയായിട്ട് എടുക്കുന്ന ഒരു ചെറിയ കുട്ടികൾ വരെ ഫ്രണ്ട്സിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നിൽക്കുന്ന പിയർ ഗ്രൂപ്പിനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനത്തെ കോമഡി കാണിച്ച് നടക്കുന്ന കുട്ടികൾ വരെയുണ്ട്, ചെറിയ കുട്ടികൾ വരെയുണ്ട്. തീർച്ചയായിട്ടും ടീച്ചർ, ഇപ്പൊ ആ റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന ആ ഒരു ഷാലോ ഇഫക്റ്റ് ആണ്, ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഉപരിപ്ലവമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എന്താ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പോൾ നമുക്ക് വിവാഹ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 2, 3, 4 ഒക്കെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു വിവാഹ അന്തസ്സിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ വിചാരം, ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഇത് പറ്റത്തില്ലേ, അത് ഒരു ഡിവോഴ്സ് ചെയ്ത് പോകാം. പക്ഷേ നമ്മൾ ഓർക്കുന്നില്ല, നമ്മളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരാൾക്കും ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ളൊരു മനസ്ഥിതി ആയിരിക്കണമെന്നില്ല. ഇല്ല. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ 2 വ്യക്തികളിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരേപോലെ അല്ല. ഒരാൾക്കത് നിസ്സാരമായിരിക്കാം, ഒരാൾക്കത് അയാളെ തകർക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി അത് വരാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള പാകതയും പക്വതയും ആയോ എന്നും കൂടി ശ്രമിക്കണം. ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ പ്രത്യേകിച്ച് ഒരു 5ാം ക്ലാസ് മുതലുള്ളൊരു ട്രെൻഡാണ്, എനിക്ക് ബോയ് ഫ്രണ്ട് വേണം, ഗേൾ ഫ്രണ്ട് വേണം. അല്ല, ഈ 2 കൊല്ലം മുമ്പ് എനിക്കുണ്ടായ അനുഭവം, പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് 10th പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ ആ കുട്ടി സ്കൂളിലില്ല, വേറെ ഒരു സ്റ്റേറ്റ് സ്കൂളിലാണ്. ആ കുട്ടി കടന്നു വന്നിട്ട് എന്നോട്, ഇപ്പം ഞാൻ അവിടെ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സും പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ എന്നോട് അല്പം ഒരു അടുപ്പമുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദ്യം ഇതാണ്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പാപമാണോ? അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രിൻസിപ്പളായി ഇത്രയും കൊല്ലം ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺലി ഇങ്ങനെ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ്. അപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഏതോ ടീച്ചേഴ്സ് അഡ്വൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത് അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ളത്. ഇപ്പോൾ കുട്ടി +2 വേറൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അല്ലെ, കുട്ടികളിൽ അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്കൊക്കെ നമ്മൾ വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുതിയ ട്രെൻഡും കാഴ്ചപ്പാടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ മാതാപിതാക്കൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കുട്ടികൾ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് വാല്യൂവെ കാണാനും അത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം നമ്മൾ വീടുകളിൽ ക്രിയേറ്റ് ചെയ്യണം. എന്ന് മുതലാണ് അത് ചെറുപ്പത്തിലേ മുതലേ, ചെറിയ കുട്ടികളെ മുതലേ നമുക്ക് ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഇത് തന്നെയല്ലേ, ഒരു പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടേണ്ടതും അതൊക്കെ കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്നോട് സംസാരിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയുവാണ്, സിസ്റ്റർ എൻ്റെ പുറകെ നടന്ന് എന്നെ കൊണ്ട് ഒരു ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച് റിലേഷൻഷിപ്പിലായി ഓൾമോസ്റ്റ് ഒരു 1 month ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് വന്നു. അപ്പം ഞാനും ആ റിലേഷൻഷിപ്പിലേക്ക് ഗ്രാജുവലി വരികയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ അതിൽ ഓക്കെ ആയി ഒന്ന് സ്റ്റേബിളായി വന്നപ്പോഴത്തേക്കും ഒരു ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഇപ്പോൾ ഈ ബ്ലൂ ടിക്കിൽ ഇല്ലാതെയായി പോകുന്നതാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പൊക്കെ. അതായത് ഞാനൊരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജിന് ഡബിൾ ടിക്ക് കണ്ടു, ബ്ലൂ ടിക്ക് കണ്ടു, പിന്നെ തിരിച്ച് റിപ്ലൈ വന്നില്ല. ഓക്കെ, നിന്നോട് എനിക്ക് കൂട്ടില്ല, ഇനി മതി, നീ വിട്ടോ, ഞാനും വേറെ സ്ഥലത്തേക്ക് പോകുകയാണ് എന്ന് പറയുന്നത്ര ഒരു ലാഘവത്തോടെ കൂടെ വരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, സിസ്റ്റർ ഞാനൊരു കാര്യത്തിന് എനിക്ക് അങ്ങനെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ അറിയത്തില്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയോ ആ ഒരു പെൺകുട്ടിയെ അൺഫോളോ ചെയ്തു പോയി. അപ്പോൾ അത് തിരിച്ച് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ച് മനസ്സിലാക്കി അത് പിന്നീട് റീഗെയിൻ ചെയ്യാനായിട്ട് ഒരു ദിവസം എടുത്തു. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ബ്രേക്കപ്പും ആയി, അടുത്ത റിലേഷൻഷിപ്പും ആയി. അപ്പോൾ സിസ്റ്റർ എന്ത് ലാഘവത്തോടെ അവൾ എന്നെ ഇട്ടിട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചില സമയങ്ങളിൽ ഈ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നത്, മനുഷ്യൻ്റെ ഇമോഷനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഞാനവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യ മനഃശാസ്ത്രത്തിൽ മറ്റുള്ളവരുടെ ചിന്തയെ, മനുഷ്യരുടെ ചിന്തയെ, വികാരങ്ങളെ, ആ ഒരു ഫീലിങ്സ് ഇമോഷൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രമാത്രം സൂക്ഷ്മതയോടെ വേണം വേറൊരാളുടെ ഇമോഷനെ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ടെന്നുള്ളത്.
അപ്പം അവിടെയാണ് ഇതേപോലെ ചില്ലുപാത്രം ഇങ്ങനെ ഉടച്ചു കളയുന്നത് പോലെ ഇട്ടിട്ട് പോവുക, അടുത്തതിനെ എടുക്കുക. പിന്നെ ഇങ്ങനെ ചിലരിങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പോൾ ചിലർ പറയുന്നത് പോലെ ചൂണ്ടയിട്ടോണ്ടിരിക്കുക, ഏതാണോ അത് സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് റഷ് ചെയ്ത് പോകാൻ നിൽക്കുക, എങ്ങോട്ട് പോകണ ക്ലാസ് പറഞ്ഞു, അവിടെ കാണാനുണ്ട്, ആൾക്കാരെ കാണാനുണ്ട്, അങ്ങോട്ട് പോവാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ പറയട്ടെ, അമ്മയുടെ അടുത്ത് പറയട്ടെ, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. അതായത് ഇവരൊരു കാര്യം വീട്ടിൽ ഇതൊക്കെ തമാശക്കാണ്, ഇതെല്ലാം തമാശക്കാണ്, നമ്മോട് പറയേണ്ട കാര്യം ഇതൊക്കെ തമാശക്കാണ്, ഒരു ടൈം പാസ്, അത്രയേ ഉള്ളൂ. അല്ല, അത് മേഡം അതിനകത്ത് ഒരു പരിധി വരെ ഉണ്ടല്ലോ, വീട്ടിൽ ഈ കുട്ടികളും പേരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അതായത് പേരൻസ് ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു മൊബൈൽ ഫാസ്റ്റിങ് വൺസ് ഇൻ എ വീക്ക് ഒരു മൊബൈൽ ഫാസ്റ്റിംഗ് ഒന്ന് നടത്തി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ടെർമിനോളജി ആണെന്ന് പറഞ്ഞു കുട്ടികൾ. ഞാൻ പറഞ്ഞു 24 hours ഫാസ്റ്റിങ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എങ്ങാണ്ട് ചെയ്ത് എന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് സക്സസ്ഫുള്ളായി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കാര്യം പേരൻസിനോട് ഒന്നും പറഞ്ഞു നോക്ക്, മൊബൈൽ ഫാസ്റ്റിംഗ് അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം, ഞാനത് അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടായ ഞാനത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇത് പേരൻസിനും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതിൽ അവരും അഡിക്റ്റായിട്ട് നിൽക്കുന്നതാണ്. അവർക്കും സമയമില്ല, അവർക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും സമയമില്ല. ഈ കുട്ടികളോട് ഡെയിലി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുന്ന പേരൻസ് കുറവാണ്, പല വീടുകളിലും ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ഈ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ അബ്സ്റ്റിനൻസ് എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു വർക്ക്ഷോപ്പിന് പോയപ്പോഴത്തേക്കും 24 hours ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. സോ അത് വളരെ നല്ലൊരു പ്രയോഗമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാവരും തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഒന്നും എടുക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം സാർ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു റിസ്കിലായിരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൂടെ ഒത്തിരിയേറെ കേസസ് അപ്പോൾ കടന്നു പോകുന്നത്. കാരണം ചിലതൊക്കെ നമ്മൾ പറഞ്ഞു വിടും, ഓക്കെ നിങ്ങളിപ്പോൾ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ എടുക്കരുത് കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുന്നു. വീട്ടിൽ ചെന്ന് എന്താ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ചില കുട്ടികൾ, ഇവിടെ എനിക്കറിയാം, എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞൊരു കാര്യമാണ്, മൊബൈൽ ഫോൺ അദ്ദേഹം വാങ്ങിച്ചു വെച്ചു, ഇനി മൊബൈൽ ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചു, തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മയുടെ പേഴ്സിൽ കൊടുത്തു വിട്ടു. ഈ കുട്ടി ചെന്നിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ് ആദ്യമേ ചെയ്തത്. എൻ്റെ മൊബൈൽ ആ സാറ് മേടിച്ചു വെച്ചു, സാറിന് എന്ത് കാര്യം, ഞാനിത് സോഷ്യൽ മീഡിയയിലിടും, ഇന്നയാള് എന്നെ ഹരാസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കേണ്ട മക്കളെ, നിങ്ങളുടെ ചില റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് എന്താ അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രൈവസിയാണ്. തീർച്ചയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും പ്രൈവസി ഉണ്ട്. പക്ഷേ കുട്ടികളുടെ ഡെവലപ്പിംഗ് ഏജിൽ അവര് വീഴാൻ ചാൻസസ് ഉള്ള ചില ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതേപോലെ അവരുടെ ജീവിതം തന്നെ ഒരു പ്രശ്നത്തിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് മാതാപിതാക്കളും ടീച്ചേഴ്സും നമ്മളും ബാധ്യസ്ഥരാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ഓപ്പൺനെസ് നമ്മുടെ കൾച്ചറിൽ വരണം. സിസ്റ്റർ, അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി, 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുകയില്ല. ഓസ്ട്രേലിയയിൽ ആ നിയമം വന്നു കഴിഞ്ഞു. ഇപ്പം അത് നമ്മുടെ രാജ്യത്തില്ല അങ്ങനെയൊരിത്. അപ്പം ഈ നമ്മുടെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ 3, 4 അക്കൗണ്ടുള്ള കുട്ടികളെ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു 5 അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു? 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം പഠിക്കാൻ അത്രയില്ല, പഠിക്കാൻ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും, ഇവിടെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഓഫ് അടുത്ത ജനറേഷനാണ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. ഒരു ക്വാളിറ്റി പ്രൊഡക്ട്സിനെ നമുക്ക് കിട്ടാതെ വരുന്നു. നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവുകളെല്ലാം ഈ തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. പ്രൊഡക്റ്റീവായിട്ട് വരാൻ പറ്റുന്നില്ല. അതായത് സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറാതെ വെറുതെ വേസ്റ്റായി പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ജെനുവിനിറ്റി, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു മച്യൂരിറ്റിയിലായതിനു ശേഷം റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കണം, ചില റിലേഷൻഷിപ്പുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക.
ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ ഉള്ള ഉപാധികളോടുകൂടി പിൻവലിയാനായിട്ട് നോക്കുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നു, പക്ഷേ അതിലൊരു പങ്കാളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അവിടെ ബ്രേക്കപ്പ് ആകുന്നു, റിലേഷൻഷിപ്പ് കട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം അവസാനിച്ചു, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയി എന്നല്ല വിചാരിക്കേണ്ടത്. ചില തെറ്റുകളിൽ നിന്നാണ്, അല്ലെ ചില വീഴ്ചകളിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ പല പാഠങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പം അതൊക്കെ ഒരു റെസിലിയൻസിന്, അതായത് ഒരു അതിജീവനത്തിനുള്ളൊരു മാർഗമായിട്ട് നമ്മൾ കാണുക. കാരണം റിലേഷൻഷിപ്പിനെ അതിൻ്റെ പരിപാവനതയോടുകൂടി, പവിത്രതയോടുകൂടി കാണുവാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് നൽകിയ ഒരു അവസരമാണെന്ന് കാണുക. അപ്പോൾ അവിടെ തളർന്നു പോകാതിരിക്കുക. അവിടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഇതേപോലെ ഒരു ബ്രേക്കപ്പ് ആയി നിൽക്കുകയാണ്, അയാൾ ഇമോഷണലി വൾണറബിൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെയുള്ളവർ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ടിന് ഏറെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ അങ്ങനെ കുറച്ചും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ മതപരമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുമെല്ലാം ഇവരെ കൂട്ടി നിർത്താനുള്ള, യോജിപ്പിച്ച് നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. മനുഷ്യജീവൻ എന്നും വിലയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ ബന്ധങ്ങൾക്കും വിലയുണ്ട്. ഈ ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ. തകർന്ന ചില ബന്ധങ്ങളെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇടം നൽകട്ടെ എന്നും ആശംസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് സാറിനും ജിഷ ടീച്ചർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.